വെൽക്കം ബാക്ക് എംപവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. എക്കണോമിക്സിൽ നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ആദ്യമേ തന്നെ കാണാൻ സാധിക്കും ആസൂത്രണ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഞ്ചവത്സര പദ്ധതികളുമെല്ലാം. ഈ ഒരു സെഷനിൽ ആസൂത്രണ കമ്മീഷൻ്റെ രൂപവൽക്കരണവും ദേശീയ വികസന സമിതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും, മുൻകാല ചോദ്യങ്ങളും, PSC ബുള്ളറ്റിനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതകളും, അഡ്വാൻസ് ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ PDF അടിസ്ഥാനമാക്കി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഇവിടെ നിന്നും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ക്ലാസ് നോട്ടുകൾ നമ്മുടെ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ആപ്പിനുള്ളിലും അവൈലബിൾ ആയിരിക്കും. പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിച്ചത് നിരവധി തവണ PSC ചോദ്യമായിരുന്നു. 1950 മാർച്ച് 15. ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. യോജന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഒരു പദ്ധതി എന്ന അർത്ഥത്തോടു കൂടിയാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ദേശീയ പദ്ധതികൾ അഥവാ നാഷണൽ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്ന ഒരു ബോഡിയാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ. അത് രൂപവൽക്കരിച്ചത് എന്നുള്ളത് കേരള PSC 100ഓളം തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ? 1950 മാർച്ച് 15. ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് തരം ബോഡിയാണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഭരണഘടനയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആർട്ടിക്കിളിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അതായത് പാർലമെന്റ് ഏതെങ്കിലും നിയമം പാസാക്കിയെടുത്ത് അതിന്മേൽ രൂപപ്പെട്ട ഒരു നിയമാനുസൃത അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. എന്നാൽ ഇത് എന്ത് തരം ബോഡിയാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെ, റെസൊല്യൂഷനിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട നിയമാനുസൃതമല്ലാത്തതും എന്നാൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനവും ഉപദേശക സമിതിയും കൂടിയാണ് ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ നിയമാനുസൃത സ്ഥാപനവുമല്ല. പകരം ഇത് എന്ത് തരം സ്ഥാപനമാണ്? ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു അഡ്വൈസറി ബോഡിയാണ്. എന്തുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നു? ഇതിനെയും നീതി ആയോഗിനെയെല്ലാം. കാരണം കേന്ദ്ര മന്ത്രിസഭ അഥവാ കേന്ദ്ര ക്യാബിനറ്റിന്റെ പ്രമേയത്തിലൂടെ അഥവാ റെസൊല്യൂഷനിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഇവ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ ഇതൊരു അഡ്വൈസറി ബോഡി അഥവാ ഇതൊരു ഉപദേശക സമിതി കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. പ്രധാന ചുമതല എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുക, ആയത് നടപ്പിലാക്കുന്നതിനേക്കായി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങളും മറ്റു ഉപദേശങ്ങളും നൽകുക എന്നുള്ളത് തന്നെയാണ്. 1920കളിലെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയനിൽ ജോസഫ് സ്റ്റാലിൻ അവതരിപ്പിച്ച ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യ ബോറോഡ് 5 year പ്ലാൻസ് ഫ്രം സോവിയറ്റ് യൂണിയൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ 5 year പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അവിടുത്തെ ജോസഫ് സ്റ്റാലിനാണ് ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു പ്ലാനിങ്, ഇന്ത്യ കടമെടുത്തിരിക്കുന്ന പ്ലാനിങ് സംബന്ധിച്ച ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഘടന എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിലവിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് പിരിച്ചുവിട്ടാണ് നീതി ആയോഗ് രൂപവൽക്കരിക്കപ്പെട്ടത്. നീതി ആയോഗും ഇതുപോലെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? അതായത് ഭരണഘടനാ സ്ഥാപനവുമല്ല, അതുപോലെ നിയമാനുസൃത സ്ഥാപനവുമല്ല. കേന്ദ്ര ക്യാബിനറ്റിന്റെ റെസൊല്യൂഷനിലൂടെ, പ്രമേയത്തിലൂടെ രൂപപ്പെട്ട മറ്റൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലേ? അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പ്ലാനിംഗ് കമ്മീഷന്റെ ഘടന നോക്കാം. ഒരു അധ്യക്ഷൻ ഉണ്ടാവും അഥവാ ചെയർമാൻ.
ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും, അഥവാ ഡെപ്യൂട്ടി ചെയർമാൻ. അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അതായത് കേന്ദ്ര ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും. അതായത് എന്തുകൊണ്ടാണ് ഇവരെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്? അല്ലേ, അവരുടെ യഥാർത്ഥ പോസ്റ്റ്, ഒഫീഷ്യൽ പോസ്റ്റ് വേറെയാണ്. പക്ഷെ അവരെ ഒരു കമ്മീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? മന്ത്രിമാർ അതുപോലുള്ള ഒഫീഷ്യൽ പോസ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ എക്സ് ഒഫീഷ്യോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കേന്ദ്ര ധനമന്ത്രിയും കേന്ദ്ര ആസൂത്രണ മന്ത്രിയും. മുഴുവൻ സമയം അംഗങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവൻ സമയം അംഗങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രിയുടെ റാങ്കിന് തുല്യമായ പദവിയാണ് മുഴുവൻ സമയം അംഗങ്ങൾക്ക് നൽകിയിരുന്നത്. അതുപോലെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ IAS റാങ്കാണ്. സെക്രട്ടറി, അതായത് ഏതെങ്കിലും ഒരു വകുപ്പിന്റെ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും IAS കാരനായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ IAS പദവിയുള്ള ഒരു വ്യക്തിയാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് ഇവിടെ എന്തിരിക്കുന്നത്, ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കേന്ദ്ര ധനമന്ത്രിയും കേന്ദ്ര ആസൂത്രണ മന്ത്രിയും, പിന്നെ മുഴുവൻ സമയം അംഗങ്ങൾ. മുഴുവൻ സമയം അംഗങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രിയുടെ റാങ്ക് നൽകിയാണ് ഇരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിമാരല്ല, പകരം കേന്ദ്ര സഹമന്ത്രിയുടെ റാങ്ക് കൊടുത്താണ് ഇരുത്തിയിരിക്കുന്നത്. അതുപോലെ മെമ്പർ സെക്രട്ടറി ഒരു IAS കാരനുമുണ്ട്. കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഉപാധ്യക്ഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും, ഇത് രൂപവൽക്കരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ നിരവധി തവണ കേരള PSC ചോദ്യമാണ്, ഗുൽസാരി ലാൽ നന്ദ. ഗുൽസാരി ലാൽ നന്ദ. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഉപാധ്യക്ഷനാണ് ഇവിടെ ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അധ്യക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ മീറ്റിംഗ് കൂടുമ്പോഴേക്കും അധ്യക്ഷ സ്ഥാനം അദ്ദേഹം വഹിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റ് വലിയ റോളുകൾ തന്നെ ഇവിടെ ഇല്ല. റോളുകൾ മുഴുവൻ ഇവിടെ എടുത്ത് ചെയ്യുന്നത്, ജോലി മുഴുവൻ ആരാ ചെയ്യുന്നത്? ഡെപ്യൂട്ടി ചെയർമാനാണ്. അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കാം. മുഴുവൻ സമയം പ്രവർത്തന തലവൻ. പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിനും മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുന്നതിനുമുള്ള ചുമതല നിർവഹിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഫയർ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഫയർ പ്ലാൻ എന്ത് ചെയ്യും? ഡ്രാഫ്റ്റ് ചെയ്യും, ഒരു കരട് അല്ലെ. നമ്മൾ സർക്കാർ ഓഫീസിൽ തന്നെ ഒരു ഫയല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡ്രാഫ്റ്റ് ഫയലാണ് നമ്മൾ തയ്യാറാക്കുക. ഡ്രാഫ്റ്റ് ഫയൽ നമ്മൾ നമ്മുടെ ഓഫീസറിന് സമർപ്പിക്കുകയും ഓഫീസർ ആവശ്യമെന്ന് വെച്ചാൽ വേണ്ട രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വരെയും മറ്റുമെല്ലാം ഇട്ടതിന് ശേഷം ഇതങ്ങ് പ്രിൻ്റ് ഔട്ട് എടുത്തേക്ക്, ഫൈനലാക്കിയേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, അത് ഫൈനലാക്കുന്നു. പിന്നെ ഓഫീസറിൻ്റെ ഒപ്പ് മേടിച്ചുകൊണ്ട് അതെന്താവുന്നു? നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതേ ഓഫീസിലെ പ്രക്രിയ തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ഫയർ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്ന ഫയർ പ്ലാൻ എന്ത് ചെയ്യുന്നു? ക്യാബിനറ്റിന് മുന്നാലെ, അതായത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുന്നാലെ ഇത് എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കേന്ദ്ര മന്ത്രിസഭ സമർപ്പിച്ചതിന് ശേഷം ദേശീയ വികസന സമിതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഫയർ പ്ലാൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഉപാധ്യക്ഷനെ ഒരു നിശ്ചിത കാലയളവിലേക്ക് ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസഭ നിയമിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഡെപ്യൂട്ടി ചെയർമാന് ഉണ്ടായിരുന്നത് ക്യാബിനറ്റ് പദവിയായിരുന്നു. ക്യാബിനറ്റ് പദവി. ഓക്കെ. ഇനി വോട്ടവകാശമില്ലാതെ മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ പറയുന്ന ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാന് പങ്കെടുക്കാമായിരുന്നു. കാരണം മന്ത്രിസഭയിൽ വോട്ടവകാശമുള്ളത് മന്ത്രിമാർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അധികാരം, അനുവാദം ആർക്കുണ്ടായിരുന്നു? ഉപാധ്യക്ഷൻ, പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു. ഇനി കമ്മീഷനിൽ പാർട്ട് ടൈം അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കമ്മീഷന്റെ ഘടന വെച്ചിട്ട് അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, എക്സ് ഒഫീഷ്യോ അംഗങ്ങളായ കേന്ദ്ര ധനമന്ത്രിയും കേന്ദ്ര ആസൂത്രണ മന്ത്രിയും കൂടാതെ മുഴുവൻ സമയം അംഗങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി റാങ്ക് പദവി നൽകിയിരുന്നു, മെമ്പർ സെക്രട്ടറി. എന്നാൽ ഇവിടെ പ്ലാനിംഗ് കമ്മീഷനിൽ മുഴുവൻ സമയം അംഗങ്ങൾ അഥവാ ഫുൾ ടൈം മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ട് ടൈം മെമ്പേഴ്സിനെ ഇവിടെ ചുമതലപ്പെടുത്തുന്നതിന് യാതൊരു വ്യവസ്ഥയും നൽകിയിരുന്നില്ല.
2014 കമ്മീഷൻ പിരിച്ചുവിടുന്നതിന് മുൻപ് 8 മുഴുവൻ സമയം അംഗങ്ങളുമായി കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഓർക്കണം. വാർഷിക സമ്മേളനങ്ങളിൽ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, സംസ്ഥാനങ്ങളിലെ ഒരു മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നും തന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ ഘടനയിൽ നമ്മൾ പഠിച്ചിട്ടില്ല. എന്നാൽ വാർഷിക സമ്മേളനത്തിൽ ഇവരെയൊക്കെ എന്ത് ചെയ്യും, പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് ആയിട്ട് വിളിച്ചു വരുത്തി ഇരുത്താറുണ്ട് എന്നുള്ള കാര്യം അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പദ്ധതി ആസൂത്രണം, നടത്തിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മുകളിൽ നിന്ന് താഴേക്കുള്ള സമീപനമാണ്, അതായത് കേന്ദ്ര തലത്തിൽ നിന്നും സംസ്ഥാന തലങ്ങളിലേക്കുള്ള സമീപനമാണ് കമ്മീഷൻ പിന്തുടർന്നത്. അതായത് ടോപ്പ് ടു ബോട്ടം അപ്രോച്ച്, മുകളിൽ ഒരു തീരുമാനമെടുക്കും, താഴെ തട്ടിലേക്ക് അത് നടപ്പിലാക്കും. ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആയിരുന്നു. ഓക്കെ, ഇനി കമ്മീഷന്റെ ഉത്തരവാദിത്തമായിരുന്ന പദ്ധതികളുടെ നയ ആസൂത്രണത്തിൽ സംസ്ഥാനങ്ങൾക്ക് നേരിട്ടുള്ള സ്വാധീനം കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും പ്ലാനിംഗ് കമ്മീഷൻ ഘടനയിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ദേശീയ സംസ്ഥാന തലങ്ങളിലെ വിവിധ പരിപാടികൾക്കും പദ്ധതികൾക്കുമായി സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾക്കും ഫണ്ട് അനുവദിക്കാൻ ആസൂത്രണ കമ്മീഷന് അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ദേശീയ സംസ്ഥാന തലങ്ങളിലെ വിവിധ പരിപാടികൾക്കും പദ്ധതികൾക്കും, അപ്പോൾ ശ്രദ്ധിക്കണം, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരിക്കും, വെൽഫെയർ സ്കീംസ്, അതിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾക്കായി ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ അധികാരം പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നു ആർട്ടിക്കിൾ 280 പ്രകാരം ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതല എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കുമിടയിൽ എത്ര ശതമാനം എങ്ങനെയൊക്കെ ടാക്സ് റവന്യൂ വിഭജനം നടത്തണം എന്നതിനെപ്പറ്റി കൃത്യമായ പഠനം നടത്തി അതിനനുസരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സ് വിഹിതത്തിൽ നിന്നും നികുതി വിഹിതത്തിൽ നിന്നും എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. എന്നാൽ അതിന് പാരലായിട്ട് പ്ലാനിംഗ് കമ്മീഷന് ഇത്തരത്തിലൊരു അധികാരം കിട്ടുമ്പോൾ ഭരണഘടനാ സ്ഥാപനമായ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇനി എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ വരെ പഴയ കാലത്ത് ഉയർന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതോടെ ധനകാര്യ കമ്മീഷന്റെ പങ്ക് ഗണ്യമായി കുറഞ്ഞു. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനാഗരിയ, നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അഥവാ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാലാവധി എന്ന് പറയുന്നത് 2026-2031 ആണ്. ഓക്കെ, ഇനി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നു, സമാന്തര ക്യാബിനറ്റ് അഥവാ പാരലൽ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നു, സാമ്പത്തിക ക്യാബിനറ്റ് അഥവാ എക്കണോമിക്കൽ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നു, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ധനകാര്യ കമ്മീഷനെയും ആസൂത്രണ കമ്മീഷനെയും ലയിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇത് UPSC ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ധനകാര്യ കമ്മീഷന്റെ പങ്ക് ആസൂത്രണ കമ്മീഷൻ കുറച്ചു കൊണ്ടുവരുന്നതിന്റെ സാഹചര്യത്തെ പറ്റി ഞാനിവിടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആസൂത്രണ കമ്മീഷനെയും ധനകാര്യ കമ്മീഷനെയും ഒരുമിപ്പിക്കണം അല്ലെങ്കിൽ ലയിപ്പിക്കണമെന്ന് ഒരു ശുപാർശ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MV മാത്തൂർ. ഇത് പരീക്ഷാ ചോദ്യമാണ്. 1989 ദേശീയ മുന്നണി അഥവാ നാഷണൽ ഫ്രണ്ട്, ദേശീയ മുന്നണി സർക്കാർ അധികാരമേറ്റപ്പോൾ, അതായത് നമ്മുടെ രാജീവ് ഗാന്ധിക്ക് ശേഷം VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം, അധികാരമേറ്റപ്പോൾ രാമകൃഷ്ണ ഹെഗ്ഡെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി. അധികാരമേറ്റയുടൻ കമ്മീഷന് ഭരണഘടനാ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചെങ്കിലും അത് നടന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്ലാനിംഗ് കമ്മീഷൻ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല, ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്ലാനിംഗ് കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷെ അത് നടപ്പിലായില്ല. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതും അതർ സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഇത്തരത്തിലൊരു വസ്തുത. പ്ലാനിംഗ് കമ്മീഷനുമായി നിരവധി വസ്തുതകൾ നിങ്ങൾക്ക് റാങ്ക് ഫെയിലിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷകളിൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിന്റെ ഈ ഒരു വസ്തുത നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കാം. 1989 VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഡെപ്യൂട്ടി ചെയർമാൻ, പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് രാമകൃഷ്ണ ഹെഗ്ഡെ. അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയമാണ് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്ന്. എന്നാൽ അറിയാം, VP സിംഗ് കുറെ കാലവും നിന്നില്ല. അതിനുശേഷം ചന്ദ്രശേഖർ വന്നു. ചന്ദ്രശേഖർ വരുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുറമെ നിന്നുള്ള സപ്പോർട്ടോടെയാണ്. അദ്ദേഹവും അധികകാലം നിന്നില്ല. തുടർന്ന് എന്ത് ചെയ്തു? നരസിംഹറാവു 5 വർഷത്തേക്ക് പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ടു, അല്ല, ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം. ഇനി നമുക്ക് നോക്കാം കമ്മീഷന്റെ ആദ്യ സമ്മേളനം നടന്നിരിക്കുന്നത്. കമ്മീഷൻ രൂപപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, 1950 മാർച്ച് 15 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യ സമ്മേളനം 1950 മാർച്ച് 28 കേരള PSC ചോദ്യമാണ്. കമ്മീഷൻ പിരിച്ചുവിടുന്നതും കേരള PSC ചോദ്യമാണ്. 2014 ആഗസ്റ്റ് 17 നിങ്ങൾക്കറിയാം, 2014 ആഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് എന്ത് എന്ന് പറയുന്നത്? നീതി ആയോഗ്. നീതി സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ കംപ്ലീറ്റ് പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇത് രൂപവൽക്കരിക്കപ്പെട്ടതോ 2015 ജനുവരി 1 എന്നുള്ളതാണ്. അപ്പോൾ നീതി ആയോഗിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമുക്ക് അടുത്ത സെഷനിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ, അല്ലെ, അധ്യക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രധാനമന്ത്രിമാരാണ്. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 2014 ആഗസ്റ്റ് 17 ഇത് പിരിച്ചുവിടുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അല്ലെ. ഇനി കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. അദ്ദേഹം തന്നെയാണ് കമ്മീഷനിൽ ദീർഘകാലം ഉപാധ്യക്ഷനായിരുന്ന വ്യക്തിയും. ആര് തന്നെയാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. എനിക്ക് തോന്നുന്നു 10 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്യൂട്ടി ചെയർമാനായിട്ട് നിലനിന്നിട്ടുണ്ട്. ഗുൽസാരിലാൽ അത് ഒരു ഡെപ്യൂട്ടി ചെയർമാൻ, പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാന്റെ ആദ്യത്തെ 4 പേരുടെ പേര് കറക്റ്റ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കണം. ഇതുപോലുള്ള പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രാധാന്യം പരീക്ഷകളിൽ മാറിയിട്ടില്ല, അല്ലെ. ഗുൽസാരിലാൽ നന്ദ, അതിനുശേഷം VT കൃഷ്ണമാചാരി, അതിനുശേഷം CM ത്രിവേദി, അതിനുശേഷം DR ഗാഡ്ഗിൽ. അതായത് ആദ്യത്തെ 4 പേര് ആരൊക്കെയാണ്? ഗുൽസാരിലാൽ നന്ദ, VT കൃഷ്ണമാചാരി, ഓക്കെ. ഇനി അതുപോലെ CM ത്രിവേദി, 4ാമത്തെ വ്യക്തി വെരി ഇമ്പോർട്ടൻറ്റ് DR ഗാഡ്ഗിൽ ഫോർമുലയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് DR ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവുവും മൻമോഹൻ സിംഗുമെല്ലാം പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ പദവി വഹിച്ചിട്ടുള്ളവരാണ് എന്ന് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. അവരൊക്കെ വഹിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയും പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലൂവാലിയാണ്. അപ്പോൾ ഇതെല്ലാം പരീക്ഷാ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒന്ന് അറിയാം. ആദ്യത്തേത് ഡെപ്യൂട്ടി ചെയർമാൻ്റെ കാര്യമാണ്. ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ, രണ്ടാമത്തേത് VT കൃഷ്ണമാചാരി, മൂന്നാമത്തേത് CM ത്രിവേദി, നാലാമത്തേത് DR ഗാഡ്ഗിൽ. നമ്മൾ ഗാഡ്ഗിൽ ഫോർമുലയെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും, അല്ലെ. ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. മാത്രമല്ല മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവുവും അദ്ദേഹത്തിന് പിന്നാലെ മൻമോഹൻ സിംഗും ഡെപ്യൂട്ടി ചെയർമാൻ പദവി വഹിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയും ഇത്തരത്തിൽ ഈ പദവി വഹിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലൂവാലിയ.
ഉപാധ്യക്ഷനായും അധ്യക്ഷനായും പ്രവർത്തിച്ച വ്യക്തികൾ സ്വാഭാവികമാണ് എന്ത്, ഉപാധ്യക്ഷനായും അധ്യക്ഷനുമായും, അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു യോഗം കൂടുമ്പോൾ അതിന് അധ്യക്ഷത വഹിക്കുന്നു എന്നതല്ലാതെ മറ്റ് കാര്യപരിപാടികളൊന്നും പ്രധാനമന്ത്രിക്ക് അവിടെ ചെയ്യാനില്ല. അപ്പോൾ ഉപാധ്യക്ഷനായും അധ്യക്ഷനായിട്ടും പ്രവർത്തിച്ച വ്യക്തികളാണ്. പ്രവർത്തിച്ച വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പി നരസിംഹറാവുവും മൻമോഹൻ സിംഗും പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ പദവികൾ അലങ്കരിച്ചതിന് ശേഷമാണ് പിൽക്കാലത്ത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയേ, അതായത് ഉപാധ്യക്ഷനായ ശേഷം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ച വ്യക്തികൾ. ഓക്കെ, ഉപാധ്യക്ഷനായ ശേഷം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ച വ്യക്തികൾ ഗുൽസാരിലാൽ നന്ദ, പി വി നരസിംഹറാവു, മൻമോഹൻ സിംഗ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും വ്യത്യസ്ത ഉത്തരങ്ങളാണ്. ഉപാധ്യക്ഷനായും അധ്യക്ഷനായും പ്രവർത്തിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഗുൽസാരിലാൽ നന്ദ ജവഹർലാൽ നെഹ്റുവിന് ശേഷം അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ചെറിയ കാലയളവിൽ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും പ്രവർത്തിച്ച വ്യക്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗുൽസാരിലാൽ നന്ദ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തൂടെ, ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നുവെങ്കിലും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, പ്രധാനമന്ത്രി അധ്യക്ഷനാകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണ്, പ്ലാനിംഗ് കമ്മീഷന്റെ യോഗം കൂടുമ്പോൾ മാത്രമാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ യോഗം ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ചു നോക്കിയേ, ഉപാധ്യക്ഷനായ ശേഷം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചു. അവിടെ സ്വാഭാവികമായിട്ടും ഗുൽസാരിലാൽ നന്ദ ചെറിയ കാലഘട്ടത്തിൽ, പി വി നരസിംഹറാവു, പൂർണ്ണ മൻമോഹൻ സിംഗ്. ഉപാധ്യക്ഷനായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി പ്രണബ് കുമാർ മുഖർജിയാണ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ദേശീയ വികസന സമിതിയാണ്. രൂപവൽക്കരിച്ചത് 1952 ആഗസ്റ്റ് 6. വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ആസ്ഥാനം വിധാൻ ഭവൻ, ന്യൂഡൽഹി. പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി 2014 ആഗസ്റ്റ് 17 ഒഫീഷ്യലി നിർത്തലാക്കി. ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കാര്യം എന്താണ്, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒഫീഷ്യലി അതിനെ റിമൂവ് ചെയ്തിട്ടില്ല, ബട്ട് പ്രവർത്തനരഹിതമായിട്ട് ഇങ്ങനെ കിടക്കുക. ആവശ്യമില്ല. കാരണം പ്ലാനിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം 5 ഇയർ പ്ലാൻ തയ്യാറാക്കുക, ഇന്ത്യക്കായ ഒരു ആസൂത്രണം പദ്ധതി തയ്യാറാക്കുക. അതിനെ വേറൊരു രീതിയിലും അതുപോലെ തന്നെ ദേശീയ വികസന സമിതിയുടെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ ഇപ്പോൾ നീതി ആയോഗ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്ത് 5 ഇയർ പ്ലാൻ നിർത്തലാക്കിയെങ്കിലും ആസൂത്രണവുമായി ബന്ധപ്പെട്ട ചില നയപരിപാടികളും മറ്റും അതുപോലെ തന്നെ ദേശീയ വികസന സമിതി ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യപരിപാടികളെല്ലാം ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നീതി ആയോഗ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവയുടെ രണ്ടിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദേശീയ വികസന സമിതി രൂപവൽക്കരിച്ചത്. അപ്പൊ ഇതും ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം. കാരണം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെ കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ റെസൊല്യൂഷനിലൂടെ സ്ഥാപിച്ചു. ശ്രദ്ധിക്കണം, പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയെടുത്ത് രൂപപ്പെട്ട സ്ഥാപനങ്ങളല്ല പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ ദേശീയ വികസന സമിതി, നീതി ആയോഗ് എന്നിവ. ഇവിടെ ഇവ ഒരു ക്യാബിനറ്റിന്റെ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെ മാത്രമാണ് ഇത് രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു മന്ത്രിസഭ വന്നാലും ആരുടെയോ അനുവാദമില്ലാതെ, പാർലമെന്റിന്റെയോ ജനങ്ങളുടെയോ ആരുടെയോ അനുവാദമില്ലാതെ ഇത് പിരിച്ചുവിടാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഒറ്റ രാത്രി കൊണ്ട് നരേന്ദ്രമോദിക്ക് പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടാനുള്ള ചങ്കൂറ്റം ഉണ്ടായത്. ആരോടും ചോദിക്കണ്ട, ആരുടെ അനുവാദം എടുക്കണ്ട. അതേസമയം ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമമോ ഭരണഘടനാ നിയമമോ ഒക്കെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയോ ഒരു മന്ത്രിസഭയോ തീരുമാനിച്ചാൽ നടക്കത്തില്ല. അതിന് കാര്യപരിപാടികൾ പാർലമെന്റിൽ നിന്ന് തുടങ്ങണം, അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. വികസന വിഷയങ്ങളിൽ രാജ്യത്തെ ഉയർന്ന തീരുമാനമെടുക്കുന്ന അധികാരിയായിട്ടാണ് സമിതി പ്രവർത്തിച്ചിരുന്നത്.
പ്രധാന ചുമതല നോക്കാം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുവാദം നൽകുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പഞ്ചവത്സര പദ്ധതികളുടെ ഉറവിടം എന്ന് പറയുന്നത്, ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത്, ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ഇതിന്റെ കരട് തയ്യാറാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. തുടർന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ഇത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കും. കേന്ദ്ര മന്ത്രിസഭ എന്ത് ചെയ്യും? കേന്ദ്ര മന്ത്രിസഭയിലെ ആളുകളാണ് ആര്? കേന്ദ്ര ധനകാര്യമന്ത്രിയും കേന്ദ്ര ആസൂത്രണ മന്ത്രിയും, അതുപോലെ തന്നെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കും പ്രധാനമന്ത്രി, അല്ലേ? അപ്പോൾ ഇത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുന്നാലെ സമർപ്പിച്ച 5 ഇയർ പ്ലാൻ ദേശീയ വികസന സമിതിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിനിധികൾ അവതരിപ്പിക്കും. ദേശീയ വികസന സമിതി അംഗീകരിക്കേണ്ടതാണെങ്കിൽ അംഗീകരിച്ചു വിടും, ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നു രീതി എന്ന് പറയുന്നത്. തുടർന്ന് അത് ഇന്ത്യയിൽ എമ്പാടും 5 വർഷത്തേക്ക് അത് നടപ്പിലാക്കും. പദ്ധതിക്കുള്ള വിഭവങ്ങളുടെ വിലയിരുത്തൽ ഉൾപ്പെടെ ദേശീയ പദ്ധതിയുടെ രൂപവൽക്കരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സമിതി നൽകിയിരുന്നു. രാഷ്ട്രീയ വികാസ് പരിഷത്ത് എന്നും സമിതി അറിയപ്പെടുന്നു. അതായത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നതിൻ്റെ ഹിന്ദി ഇതാണ് രാഷ്ട്രീയ വികാസ് പരിഷത്ത്. സമിതി ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമാനുസൃത സ്ഥാപനമോ അല്ല, ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്താണ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? കേന്ദ്ര മന്ത്രിസഭയുടെ റെസൊല്യൂഷൻ അഥവാ പ്രമേയത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ടു. സമിതിയുടെ ആദ്യ സമ്മേളനം PSC ബുള്ളറ്റിൻ ചോദ്യമാണ്, 1952 നവംബർ 8. ഇനി സമിതിയുടെ ഘടന നമുക്ക് നോക്കാം. ദേശീയ വികസന സമിതിയിലാണ് ഏറ്റവും പ്രധാനം. ദേശീയ വികസന സമിതിയിൽ സംസ്ഥാനത്തെ പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനിൽ അതില്ല. ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് എടുക്കുന്ന പ്ലാനിംഗ് കമ്മീഷനിൽ അതില്ലായിരുന്നു. അപ്പോൾ ദേശീയ വികസന സമിതിയിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ പ്രതിനിധികളും ആ ഘടനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം. ഇവിടെയും അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ഓക്കെ, മാത്രമല്ല മറ്റ് കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളുമെല്ലാം തന്നെ ഇവിടെ ഈ പറയുന്ന ദേശീയ വികസന സമിതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ ശ്രദ്ധിക്കണം, പ്ലാനിംഗ് കമ്മീഷന്റെ ഘടന നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ദേശീയ വികസന സമിതിയിലുമുണ്ട്. എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാ കേന്ദ്രമന്ത്രിമാരും, മറ്റവിടെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയും കേന്ദ്ര ആസൂത്രണ മന്ത്രിയാണ്. ഇവിടെ എല്ലാ കേന്ദ്രമന്ത്രിമാരും, സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഇതിന്റെ ഭാഗമായതുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർമാർ അഥവാ ലഫ്റ്റനന്റ് ഗവർണർമാർ വരാറുണ്ട്. ആസൂത്രണ കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറിയാണ് ഇവിടെയും മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന് സമിതി ഉപദേശങ്ങൾ നൽകുന്നു. സമിതിക്ക് ഭരണസഹായവും ആസൂത്രണ കമ്മീഷൻ നൽകിയിരുന്നു. അതായത് ഈ 5 ഇയർ പ്ലാൻ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്ലാനിംഗ് കമ്മീഷന് നൽകിയിരുന്നു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ച് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പ്രവർത്തന സഹായങ്ങൾ നൽകിയിരുന്നു. അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആണല്ലോ NDCയുടെ മെമ്പർ സെക്രട്ടറി, അതുകൊണ്ട് തന്നെ പ്രവർത്തന സഹായങ്ങൾ അഥവാ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസും ഒക്കെ പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ച് NDCക്ക് നൽകിയിരുന്നു. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നതിനാൽ ഫെഡറലിസം ഇത് വളർത്തി. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ സംസ്ഥാനങ്ങളുടെ യാതൊരുവിധ പ്രാതിനിധ്യവുമില്ല, എന്നാൽ ദേശീയ വികസന സമിതിയിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഫെഡറലിസം വളർത്തി എന്നുള്ളതാണ്. സമിതി സാധാരണയായി വർഷത്തിൽ 2 തവണ യോഗം ചേരുന്നു. കേന്ദ്ര ഗവൺമെന്റിനും ആസൂത്രണ കമ്മീഷനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിലുള്ള ഒരു പാലമായി ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശങ്ങളും ശുപാർശകളും സമിതി നൽകിയിരുന്നു. ഇനി ഇതും ഒരു സമിതി എന്ന് പറയുന്നതും ഒരു അഡ്വൈസറി ബോഡി തന്നെയാണ്. സമിതി എന്ന് പറയുന്നതും പ്ലാനിംഗ് കമ്മീഷൻ പോലെ ഒരു അഡ്വൈസറി ബോഡിയാണ്. സമിതി നൽകുന്ന ഉപദേശങ്ങൾ വേണമെങ്കിൽ സർക്കാരുകൾക്ക് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. 1967 ഒക്ടോബർ 7 സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയുടെ 50ാമത് യോഗം നടന്നത് അന്ധകാലത്തിൽ PSC ചോദ്യമായിരുന്നു, 2002 ഡിസംബർ 21. ഇന്നിപ്പോൾ വലിയ പ്രാധാന്യമില്ല, ആ ഡേറ്റ് പഠിച്ചു വെക്കേണ്ട. സമിതിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അവസാനത്തെ ചെയർമാൻ സ്വാഭാവികമായിട്ടും നരേന്ദ്ര മോഡി തന്നെയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 263 പ്രകാരം ദേശീയ വികസന സമിതിയെ ദേശീയ സാമ്പത്തിക വികസന കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്യാൻ ശുപാർശ ചെയ്തത് സർക്കാരിയ കമ്മീഷനാണ്. ഇത് ഒരു വലിയ ചോദ്യമായിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. അതായത് ദേശീയ വികസന സമിതിയെ ദേശീയ സാമ്പത്തിക വികസന കൗൺസിൽ
അഥവാ സമിതി. കൗൺസിൽ എന്ന് പറഞ്ഞാൽ സമിതി എന്നുള്ളതാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ദേശീയ വികസന സമിതിയെ ദേശീയ സാമ്പത്തിക വികസന സമിതിയായിട്ട്, അപ്പോൾ ഒരൊറ്റ പേരേ കയറി വരുന്നുള്ളൂ, ദേശീയ വികസന സമിതിക്ക് പകരം ദേശീയ സാമ്പത്തിക വികസന സമിതി, ഇടയ്ക്കൊരു സാമ്പത്തികം മാത്രം ചേർത്താൽ മതി. അങ്ങനെ ഒരു പേര് കൊടുത്ത് ഇതിനെ പുനർനാമകരണം ചെയ്യണം. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 263 പ്രകാരം ഇത്തരത്തിൽ പുനർനാമകരണം ചെയ്ത് ഭരണഘടന പദവി നൽകണമെന്ന ചിന്താഗതിയോട് കൂടിയാണ് സർക്കാരിയ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. സർക്കാരിയ കമ്മീഷൻ 1983 ഒരു കമ്മീഷനാണ് അല്ലേ, കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു. 1989 VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ അല്ലേ, ഹെഗ്ഡെ ഈ പറയുന്ന ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കെ തന്നെ പ്ലാനിംഗ് കമ്മീഷന് ഭരണഘടനാ പദവി നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും നടപ്പിലായില്ല. അതുപോലെ ഇവിടെ സർക്കാരിയ കമ്മീഷൻ 1983 തന്നെ ഒരു ശുപാർശ മുന്നോട്ട് വച്ചിരുന്നു. ആർട്ടിക്കിൾ 263 പ്രകാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 263 പ്രകാരം ദേശീയ വികസന സമിതി എന്നുള്ളത് ദേശീയ സാമ്പത്തിക വികസന സമിതി എന്ന് ആക്കി ഒരു ഭരണഘടന ഇത് കൊടുക്കാം എന്ന് ശുപാർശ ചെയ്തു. പക്ഷേ അതും നടപ്പിലായില്ല. ദേശീയ വികസന സമിതി നിർത്തലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതിനായുള്ള പ്രമേയം കേന്ദ്ര മന്ത്രിസഭ പാസ്സാക്കിയിട്ടില്ല. ബട്ട് ജീവച്ഛവം പോലെ കിടക്കുകയാണ്. ദേശീയ വികസന സമിതി രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്തത് KC നിയോഗിയാണ്. KC നിയോഗിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 1951 ഒന്നാം ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ചെയർമാനായിരുന്നു KC നിയോഗി എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഇൻ ഷോർട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കുന്ന കരട് പഞ്ചവത്സര പദ്ധതി സമർപ്പിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റിനാണ്. കേന്ദ്ര ക്യാബിനറ്റ് കരട് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ചർച്ചയ്ക്ക് വയ്ക്കുന്നു ദേശീയ വികസന സമിതിയിൽ. ഇതിന് അന്തിമാധികാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്.